ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാ SBCID പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ജോഗ്രഫിയിലെ ഒരു ടോപ്പിക്കാണ്. കുറച്ച് പേർക്കെങ്കിലും വളരെ ബുദ്ധിമുട്ടെന്ന് പറയാറുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്നുമല്ല, കാറ്റുകളുടെ ഭാഗമാണ്. പ്രഷർ ബെൽറ്റുമായി ബന്ധപ്പെട്ട ഭാഗവും അവിടെ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ ഏതൊക്കെ, കാറ്റുകൾ ഏതൊക്കെ, വിൻഡ് സിസ്റ്റമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇതാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. വർഷം മുഴുവനും ഒരു പ്രത്യേക ദിശയിൽ നിരന്തരം വീശുന്ന കാറ്റാണ് പ്രാദേശികവാദം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? വ്യത്യസ്ത ഋതുക്കളിൽ ദിശ മാറ്റുന്ന കാറ്റുകളെ നമ്മൾ സീസണൽ വിൻഡ്സ് എന്ന് വിളിക്കുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, ഒരു ചെറിയ പ്രദേശത്ത് ദിവസത്തിലോ വർഷത്തിലോ ഒരു പ്രത്യേക കാലയളവിൽ മാത്രം വീശുന്ന കാറ്റ് സ്ഥിരമായിട്ടുള്ള വാദങ്ങൾ. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ട് ഉള്ളത്, അല്ലെ? അതായത് വ്യത്യസ്ത ഋതുക്കളിൽ ദിശ മാറ്റുന്ന കാറ്റുകളാണ് സീസണൽ വിൻഡ്സ് എന്ന് പറയുന്നത്. അതാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് വർഷം മുഴുവൻ പ്രത്യേക ദിശയിൽ നിരന്തരം വീശുന്ന കാറ്റുകൾ പ്രാദേശിക കാറ്റ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണല്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താ? നിരന്തരം വീശുന്ന, വർഷം മുഴുവൻ ഒരു പ്രത്യേക ദിശയിൽ നിരന്തരം വീശുന്ന കാറ്റുകളെ പ്രാദേശികവാദം എന്നല്ല പറയുന്നത്. ആ കാറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സ്ഥിരമായിട്ടുള്ള വാദങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് വിൻഡ്സ് ആണ് അതെന്ന് പറയുന്നത്. തേർഡ് ഓപ്ഷനിൽ പറയുന്നു, ഒരു ചെറിയ പ്രദേശത്ത് ദിവസത്തിലോ വർഷത്തിലോ ഒരു പ്രത്യേക കാലയളവിൽ മാത്രം വീശുന്ന കാറ്റുകളാണ് സ്ഥിരമായ കാറ്റ് എന്നാണ് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇതെന്താണ്? ഇതെന്തിന്റെ എക്സ്പ്ലനേഷനാ? ഇത് നമ്മുടെ പ്രാദേശികവാദത്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു തേർഡ് സ്റ്റേറ്റ്മെന്റിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വിൻഡ് സർക്കുലേഷൻ ഒന്ന് പഠിക്കാം. പ്രധാനപ്പെട്ട നമ്മുടെ ടൈപ്സ് ഓഫ് വിൻഡുകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, കാറ്റുകളെ നമ്മൾ പ്രധാനമായിട്ടും പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി എന്ന രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് പ്രൈമറി വിൻഡുകൾ എന്ന് പറയുമ്പം അതിനെ നമുക്ക് പ്ലാനറ്ററി വിൻഡ് എന്ന് വിളിക്കാം. ഇത് സ്ഥിരമായിട്ടുള്ള കാറ്റുകളാണ്. ഈ പ്ലാനറ്ററി വിൻഡിന്റെ ഉള്ളിൽ വരുന്നതാണ് ഏതൊക്കെ? ട്രേഡ് വിൻഡുകൾ, വെസ്റ്റലീസ്, പോളാർ ഈസ്റ്റലീസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്ഥിരമായിട്ട് വീശുന്ന വാദങ്ങൾ, സ്ഥിരവാദങ്ങളുടെ അണ്ടറിൽ വരുന്ന വാദങ്ങളാണ് ഇവയെല്ലാം. ഇനി സെക്കൻഡറി വിൻഡിലോട്ടേക്ക് പോവുകയാണെങ്കിൽ സെക്കൻഡറി വിൻഡ് അല്ലെങ്കിൽ നമുക്കതിനെ പീരിയോഡിക് വിൻഡുകൾ എന്ന് വിളിക്കാം. പീരിയോഡിക് വിൻഡിൽ വരുന്നതാണ്, കാലികപരമായി വരുന്നത് ഏതൊക്കെയാ? മൺസൂൺ, അല്ലേ? മൺസൂൺ അല്ലെങ്കിൽ ലാൻഡ് സീ ബ്രീസസ്, മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസസ്, ഇതൊക്കെ എന്താണ്? സീസണൽ വിൻഡുകളാണ്. അപ്പൊ സീസണൽ വിൻഡുകളിലാണ് മൺസൂണും ലാൻഡ് ആൻഡ് സീ ബ്രീസും മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസ് ഒക്കെ വരുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട വാദമാണ് ലോക്കൽ വിൻഡുകൾ അല്ലെങ്കിൽ പ്രാദേശിക വാദങ്ങൾ, അല്ലെങ്കിൽ നമുക്കതിനെ ടെറിഷ്യറി വിൻഡ്സ് എന്ന് വിളിക്കാം. ഇപ്പൊ പ്രാദേശികവാദങ്ങളുടെ എക്സാമ്പിൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഏതൊക്കെയാ? ചിനൂക്ക്, ഫോൺ, സിറോക്കോ തുടങ്ങിയ. നമുക്ക് ഇപ്പം ഇന്ത്യയിലോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാംഗോ ഷവർ, ലൂ, കാൽ ബൈശാഖി ഒക്കെ നമുക്ക് പ്രാദേശികവാദത്തിന് പറയാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് വിൻഡുകളെ പറ്റി പറയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 3 തരം വിൻഡുകളാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനുള്ളത്. ഏതൊക്കെയാണ്? പെർമനന്റ് വിൻഡ്സ് ഉണ്ട്, സീസണൽ വിൻഡ്സ് ഉണ്ട്, ലോക്കൽ വിൻഡ്സ് ഉണ്ട്. പെർമനന്റ് വിൻഡ്സിൽ വരുന്നതാണ് ട്രേഡ് വിൻഡുകൾ, വെസ്റ്റലീസ്, ഈസ്റ്റലീസ്. അതായത് പൂർവ്വവാദം, പശ്ചിമവാദം, അതുപോലെ തന്നെ വാണിജ്യവാദം ഒക്കെ ഏതാണ്? നമ്മുടെ പെർമനന്റ് വിൻഡിൽ വരുന്നതാണ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡിൽ വരുന്നതാണ്. സീസണൽ വിൻഡ്സിലോട്ടേക്ക് വരുമ്പോൾ, കാലികവാദങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഏതൊക്കെയുള്ളത്? മൺസൂൺസ് ഉണ്ട്, ലാൻഡ് ആൻഡ് സീ ബ്രീസസ് ഉണ്ട്, മൗണ്ടെയിൻ വാലി ബ്രീസസ് ഒക്കെയാണ് സീസണൽ വിൻഡ്സിലോട്ട് വരുന്നത്. ലോക്കൽ വിൻഡ് പ്രാദേശികവാദത്തിലേക്ക് വരുമ്പോൾ ലൂ, ചിനൂക്ക്, മാംഗോ ഷവർ പോലുള്ള പ്രാദേശികവാദങ്ങളാണ് നമുക്ക് അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓരോന്നിനെയും എടുത്ത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പെർമനന്റ് വിൻഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. പെർമനന്റ് വിൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയായിരുന്നു വരുന്നത്? പെർമനന്റ് വിൻഡ്സ് ഏതൊക്കെയായിരുന്നു? അത് ഒന്ന് ട്രേഡ് വിൻഡ്സ്, അല്ലെ? ഒന്ന് ട്രേഡ് വിൻഡ്സ്, പിന്നെ വെസ്റ്റലീസ്, ഈസ്റ്റലീസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവ ഓരോന്നിനെയും നമുക്ക് എടുത്തൊന്ന് പഠിച്ചു നോക്കാം. അത് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ, അല്ലെ? പ്രഷർ ബെൽറ്റിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ഞാൻ പ്രഷർ ബെൽറ്റിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം കാറ്റ് എപ്പോഴും ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്കാണ് വീശിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? തിരശ്ചീനമായിട്ട് വായു എയർ സർക്കുലേഷൻ നടത്തുന്നതിനാണ് നമ്മൾ വിൻഡ് എന്ന് വിളിക്കുന്നത്, അല്ലെ? ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് തിരശ്ചീനമായിട്ടുള്ള വായു പ്രവാഹത്തിന്
അതിനെയാണ് നമ്മൾ കാറ്റുകൾ അല്ലെങ്കിൽ വിൻഡുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ കേസിൽ വിൻഡ് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ചലിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വിൻഡ് മൂവ്മെന്റ് എപ്പോഴും ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്കാണ് അല്ലേ. അത് നിങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. വിൻഡ് മൂവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? എപ്പോഴും ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്കായിരിക്കും. അപ്പം ഹൈ പ്രഷർ ഏരിയ എവിടെയാണ് ഉണ്ടാവുക, എവിടെയാണ് ഹൈ പ്രഷർ ഏരിയ ഉണ്ടാവുക, എവിടെയാണ് ലോ പ്രഷർ ഏരിയ ഉണ്ടാവുക എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ലോ പ്രഷർ ഏരിയ എപ്പോഴും ക്രിയേറ്റ് ആവുന്നത് ചൂട് കൂടുതലുള്ളിടത്താണ് അല്ലേ. അപ്പം ചൂട് കൂടുതലുള്ളിടത്ത് എന്തായിരിക്കും? ന്യൂനമർദ്ദമായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുക. ചൂട് ടെമ്പറേച്ചർ കുറവുള്ളവർക്ക് എന്തനുഭവപ്പെടും? ഹൈ പ്രഷർ അനുഭവപ്പെടും. അതായത് ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ചൂട് കൂടുതലാണെങ്കിൽ പ്രഷർ കുറവായിരിക്കും, ചൂട് കുറവാണെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറും എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. അവർ തമ്മിൽ വിപരീത അനുപാത ബന്ധമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രഷർ ബെൽറ്റുകളെ ഒന്ന് കാണാം. ഇതാണ് പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഇക്വേറ്റർ ഉണ്ട് അല്ലെ, നടുക്ക് നമ്മുടെ ഇക്വേറ്റർ ഉണ്ട്. ഈ ഇക്വേറ്ററിന്റെ ഇവിടെ അനുഭവപ്പെടുന്നത് ഏതാണ്? ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണല്ലോ, ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രഷർ ഏതാണ്? ഇവിടെ ഏത് മർദ്ദമാണ് അനുഭവപ്പെടുക? ഇവിടെ ലോ പ്രഷർ ആണ് അനുഭവപ്പെടുന്നത്. സോ നമുക്ക് ഈ ഒരു ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയ എന്ന് വിളിക്കാം. ഇതാണ് നമ്മുടെ ഡോൾഡ്രംസ് ഒക്കെ ഇവിടെയാണ്. അപ്പം ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയ ആണ് അത്, ആണല്ലോ. ഇനി അതിന്റെ തൊട്ടുമുകളിലുള്ള ഭാഗം ഏതാണ്? സബ് ട്രോപ്പിക്സ് ആണ് അല്ലെ. അതായത് നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷറിന് തൊട്ടുമുകളിലും താഴെയുമായിട്ട് കിടക്കുന്ന ഭാഗം ഏതാണ്? സബ് ട്രോപ്പിക്സ് ആണ്. സബ് ട്രോപ്പിക്സിൽ ഹൈ പ്രഷർ ആണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സബ് ട്രോപ്പിക്കൽ ഏരിയനെ, അതായത് ഈ ഒരു ഭാഗത്തിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയ എന്ന് വിളിക്കും. അതിന് നമ്മൾ വേറൊരു പേരിട്ടിട്ടുണ്ട്, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന പേര് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സബ് ട്രോപ്പിക്കിന്റെ മുകളിൽ എന്തുണ്ട്? സബ് ട്രോപ്പിക്കിന്റെ തൊട്ട് മുകളിലും സബ് ട്രോപ്പിക്സിന്റെ മുകളിലും താഴെയായിട്ട് എന്തുണ്ട്? സബ് പോളാർ ഏരിയാസ് ഉണ്ട്. സബ് പോളാർ ഏരിയാസ് എന്ന് പറയുന്നത് എന്ത് പ്രഷർ സോൺസ് ആ? ലോ പ്രഷർ ഏരിയാസ് ആണ്. അപ്പം ഇവിടെയാണ് സബ് പോളാർ ഏരിയ ഉള്ളത്. ഇതുമാണ് സബ് പോളാർ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ ലോ പ്രഷർ ആണ്. ഓക്കെ, ഇനി നമ്മൾ പോൾസിലേക്ക് പോകുമ്പോൾ ഇവിടെ പോൾസ് ഉണ്ട് അല്ലെ. ഏറ്റവും മുകളിലും താഴെയായിട്ട് പോൾസ് ഉണ്ട്. പോൾസിൽ അനുഭവപ്പെടുന്നത് ഹൈ പ്രഷർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ, ഏറ്റവും മുകളിലെ പോൾസിൽ ഹൈ പ്രഷർ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പോളാർ ഹൈ പ്രഷർ ഏരിയാസ് എന്നാണ് മുകളിലെയും താഴത്തേനെയും പറയുന്നത്. അതിന്റെ തൊട്ട് താഴെ സബ് പോളാർ ഏരിയാസ് ഉണ്ട്. അവിടെ അനുഭവപ്പെടുന്നത് ലോ പ്രഷർ ആണ്. സോ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സബ് പോളാർ ലോ പ്രഷർ ഏരിയ എന്ന് വിളിക്കാം. അതിന്റെ തൊട്ട് താഴെ സബ് ട്രോപ്പിക്സ് ഉണ്ട് അല്ലെ. സബ് ട്രോപ്പിക്സിൽ അനുഭവപ്പെടുന്നത് ഹൈ പ്രഷർ ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയ എന്ന് വിളിക്കുന്നു. ഇനി തൊട്ട് നമ്മുടെ ഇക്വറ്റോറിന്റെ അവിടെ എന്താണ്? ലോ പ്രഷർ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയ എന്ന് വിളിക്കുന്നു. ഇനി കാറ്റ് എവിടെ നിന്നും എങ്ങോട്ടേക്ക് വീശും? ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്കായിരിക്കും കാറ്റ് വീശുന്നത്. ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കായിരിക്കും കാറ്റ് എപ്പോഴും വീശുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് നമുക്ക് ഈ പ്രഷർ ബെൽറ്റുകളിൽ നിന്നും കാറ്റ് വീശുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. നോക്കിക്കേ, ഇവിടെ നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയ ഉണ്ട് അല്ലെ. ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും താഴെ എന്തുണ്ട്? താഴെ ഇവിടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയ ഉണ്ട്. അങ്ങോട്ടേക്ക് കാറ്റ് വീശുന്നു. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും എപ്പോഴും ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണല്ലോ കാറ്റ് വീശുന്നത്. അതുകൊണ്ട് നോക്കിയേ, ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു? കാറ്റ് ഇങ്ങനെ വീശുന്നു. അതുപോലെ തന്നെ നോക്കിക്കേ, താഴെ ഉണ്ടല്ലോ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ താഴെയുണ്ടല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടുന്നും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയയിലേക്ക് കാറ്റ് ഇങ്ങനെ വീശുന്നു. കണ്ടല്ലോ, വീശുന്നു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇത്തരത്തില് ഇവിടെ ഇക്വറ്റോറിയന്റെ തൊട്ട് മുകളിലും താഴെയുമായിട്ട് നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയയിലേക്ക് കാറ്റ് വീശുന്നുണ്ട്. ഇത്തരം കാറ്റുകൾക്ക് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരാണ് എന്ത്? ഇതാണ് നമ്മുടെ ട്രേഡ് വിൻഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭൂമധ്യരേഖയുടെ, അതായത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയയുടെ തൊട്ട് മുകളിലും താഴെയായിട്ട് നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയസിൽ നിന്നും വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രേഡ് വിൻഡുകൾ എന്ന് വിളിക്കുന്നത്. വാണിജ്യവാദങ്ങൾ അല്ലെ,
ട്രേഡ് വിൻഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളത് ഇക്വിറ്റോറിയൽ ഏരിയയുടെ 30 ഡിഗ്രി നോർത്തും ബിറ്റ്വീൻ 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിലുമാണ് എന്ത് വീശുന്നത്? ട്രേഡ് വിൻഡുകൾ വീശുന്നത്. ഓക്കെ, അപ്പം ട്രേഡ് വിൻഡുകൾ ഇങ്ങനെ വീശുന്നെന്ന് പറഞ്ഞു. ഈ ട്രേഡ് വിൻഡ് എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് ആ ഉത്ഭവ സ്ഥാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വിൻഡുകൾക്ക് പേര് കൊടുക്കുന്നത്. ഈ വിൻഡുകൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാ? ഈ വിൻഡുകൾ ഉത്ഭവിക്കുന്നത് നോക്കിക്കേ, ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ് ഈ വിൻഡുകൾ വീശുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ട്രേഡ് വിൻഡുകൾ ബ്ലോ ചെയ്യുന്നത് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിന്നും നമ്മുടെ ട്രേഡ് വിൻഡ് ഇങ്ങോട്ടേക്ക് വീശുന്നുണ്ട്, താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്കും വീശുന്നുണ്ട്. ഈ ഇക്വിറ്റോറിയലിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഇവ എന്ത് ചെയ്യുന്നു? ഇവ കൺവേർജ് ചെയ്യുന്നു അല്ലെ. ഇക്വിറ്റോറിയലിന്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇവിടെ കൺവേർജ് ചെയ്യുന്നുണ്ടെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം 2 ഹെമിസ്ഫിയേഴ്സിൽ നിന്നും വീശുന്ന ഇത്തരം ട്രേഡ് വിൻഡുകൾ കൺവേർജ് ചെയ്യുന്നത് ഈ ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ഏരിയയിലാണ്. സോ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ITCZ ഏരിയ എന്ന് വിളിക്കുന്നു. ITCZ, ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നാണ് ഈ 2 ട്രേഡ് വിൻഡുകളും വന്ന് മീറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേര് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അല്ലെങ്കിൽ ITCZ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ട്രേഡ് വിൻഡ് എന്താണെന്നാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ഇവിടെ നോക്കിക്കേ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയ. എപ്പോഴും ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണല്ലോ കാറ്റ് വീശുന്നത്. അപ്പൊ ഇവിടുത്തെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും മുകളിലെ സബ് പോളാർ ലോ പ്രഷർ ഏരിയയിലേക്ക് നോക്കിയാൽ, ഇവിടുത്തെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും തൊട്ടപ്പുറത്തെ സബ് പോളാർ ലോ പ്രഷർ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റ് വീശുന്നുണ്ട്. ഓക്കെ, കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ തൊട്ട് താഴെ നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയ, ഇവിടുത്തെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും അതിന്റെ തൊട്ട് താഴത്തെ സബ് പോളാർ ലോ പ്രഷർ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റ് വീശുന്നുണ്ട്. ഇത്തരത്തിൽ വീശുന്ന ഈ കാറ്റുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പ്രിവൈലിംഗ് വെസ്റ്റലീസ്. വെസ്റ്റലീസ് എന്നാണ് ഈ വാദങ്ങളെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഈ ബ്ലൂ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കുന്ന വാദങ്ങൾ, അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും നമ്മുടെ സബ് പോളാർ ലോ പ്രഷർ ഏരിയയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെസ്റ്റലീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കാറ്റുകളെല്ലാം ഒറിജിൻ ചെയ്തത് എവിടെ നിന്നാണെന്ന് നോക്കിക്കേ. ഏത് ദിശയിൽ നിന്നാണ് ഈ കാറ്റുകളെല്ലാം ഒറിജിൻ ചെയ്തേക്കുന്നത് നോക്കിക്കേ. ഈ കാറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെസ്റ്റേൺ സൈഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവയെ എന്തെന്ന് പേര് കൊടുത്തത്? വെസ്റ്റലീസ് എന്ന് പേര് കൊടുത്തത്. അപ്പൊ ഇത് എപ്പോഴും വെസ്റ്റിൽ നിന്നാണ് ഉത്ഭവിച്ച് വരുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും നമുക്ക് ഈ വെസ്റ്റലീസ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റലീസിനാണോ സ്പീഡ് കൂടുതൽ, സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റലീസിനാണോ സ്പീഡ് കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് കൂടുതലുള്ളത് എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റലീസിനാണ്. കാരണം എന്താ? കാരണം വിൻഡിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളാണ് ഏതൊക്കെ? കൊറിയോലിസിസ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, അതുപോലെ തന്നെ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്. കൊറിയോലിസിസ് ഫോഴ്സ്, പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ 3 ഘടകങ്ങളാണല്ലോ കാറ്റിനെ സ്വാധീനിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അവിടെ കൂടുതലും ഓഷ്യൻസ് ആണ്. അവിടെ കോണ്ടിനൻസ് കുറവാണ് അല്ലെ. മുകളിലോട്ടേക്ക് വരുമ്പോൾ കോണ്ടിനൻസ് ആണ് കൂടുതൽ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കോണ്ടിനൻസ് ആണ്, സദേൺ ഹെമിസ്ഫിയറിൽ ഓഷ്യൻസ് ആണ് കൂടുതലുള്ളത്. അപ്പൊ അവിടെ ഫ്രിക്ഷൻസ് വരാൻ വേണ്ടി സാധ്യതയില്ല. ഫ്രിക്ഷൻ ഇല്ല, അവിടെ സമുദ്രങ്ങളാണ്. സമുദ്രങ്ങളുടെ മുകളിൽ കൂടി ഫ്രിക്ഷൻ ഇല്ലാതെ കാറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്പീഡിൽ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റലീസിന് സ്പീഡ് കൂടുതലായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ഒരു സ്പീഡിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റലീസിന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റലീസിന് നമ്മൾ കുറച്ച് പേരുകൾ കൊടുക്കുന്നുണ്ട്. ആ പേരുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ആ പേരുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ്, 40 to 50 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ റോറിംഗ് 40s എന്ന് വിളിക്കും. റോറിംഗ് 40s. അടുത്തത് 50 ഡിഗ്രിക്ക് ശേഷമുള്ള ലാറ്റിറ്റ്യൂഡ്സിനെ നമ്മൾ ഫ്യൂരിയസ് 50s എന്ന് വിളിക്കും. ഫ്യൂരിയസ് 50s. ഇനി 60 to 75 വരെയുള്ള ലാറ്റിറ്റ്യൂഡ്സിൽ വരുന്ന വെസ്റ്റലീസിനെ നമ്മൾ വിളിക്കുന്നത് ഷ്രീക്കിംഗ് 60s എന്നാണ്. ഷ്രീക്കിംഗ് 60s. ഷ്രീക്കിംഗ് 60s.
ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക, സദേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റലീസിന് സ്പീഡ് കൂടുതലാണ്. ആ സ്പീഡിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരുന്ന വെസ്റ്റലീസിനെ നമ്മൾ പ്രധാനമായിട്ടും വിളിക്കുന്നത് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്നൊക്കെയാണ്. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് അവിടെ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ വെസ്റ്റലീസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈസ്റ്റലീസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഈസ്റ്റലീസ് എന്ന് വെച്ചാൽ? ഈസ്റ്റലീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ് പോളാർ, അതായത് മുകളിൽ നമ്മുടെ പോളാർ ഹൈ പ്രഷർ ഉണ്ട്, ഏറ്റവും ടോപ്പിലും അതുപോലെ ഏറ്റവും എൻഡിലുമായിട്ട് പോളാർ ഹൈ പ്രഷർ ഏരിയാസ് ഉണ്ട് അല്ലെ. ഈ പോളാർ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ഏരിയാസിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈസ്റ്റലീസ് എന്ന് വിളിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെയുണ്ട് പോളാർ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ഏരിയാസിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ ഈസ്റ്റലീസ് അല്ലെങ്കിൽ പോളാർ ഈസ്റ്റലീസ് എന്ന് വിളിക്കുന്നത്, പൂർവ്വവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ കാറ്റുകളൊക്കെ എന്താണ്? ഓരോ മർദ്ദമേഖലകൾക്കിടയിൽ നിന്നും ഓരോ പ്രഷർ ബെൽറ്റിനിടയിലും വീശുന്ന സ്ഥിരമായിട്ടുള്ള കാറ്റുകളാണ് ഇപ്പൊ നമ്മളിപ്പോ കണ്ടിട്ടുള്ള ട്രേഡ് വിൻഡ് ആണെങ്കിലും വെസ്റ്റലീസ് ആണെങ്കിലും ഈസ്റ്റലീസ് ആണെങ്കിലും. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടി നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പെർമനന്റ് വിൻഡ്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ പെർമനന്റ് വിൻഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു പ്രഷർ ബെൽറ്റുകൾ, ആഗോള മർദ്ദമേഖലകൾ പഠിക്കുക. ആഗോള മർദ്ദമേഖലകൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു വിൻഡിന്റെ ഈ ഒരു സർക്കുലേഷനും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പെർമനന്റ് വിൻഡ്സിനെ പറ്റിയാണ് പഠിച്ചത്. ഇനി നമ്മൾ സീസണൽ വിൻഡ്സിലേക്ക് പോവുകയാണ്. സീസണൽ വിൻഡ്സിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടും പഠിച്ചു വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിൻഡുകളാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം സീ ബ്രീസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഡേ ടൈമിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് സീസണൽ വിൻഡ്സ്, കാലികവാദങ്ങളെ പറ്റിയിട്ടാണ്. കാലികവാദങ്ങളുടെ ആദ്യത്തെ വാദമായിട്ടുള്ള സീ ബ്രീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സീ ബ്രീസ് നോക്കിക്കേ, നമുക്കറിയാം ഡേ ടൈമിൽ എവിടെയാണ് ചൂട് കൂടുതൽ? കരയിലായിരിക്കോ ചൂട് കൂടുതൽ? കടലിലായിരിക്കോ ചൂട് കൂടുതൽ? എവിടെയാണ്, ഏത് ഏരിയയാണ് പെട്ടെന്ന് ചൂട് പിടിക്കുന്നത്? നമ്മൾ ബീച്ചിലോട്ടേക്കൊക്കെ ഡേ ടൈമിൽ പോയാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഇരിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ കരയായിരിക്കും വേഗം ചൂട് പിടിക്കുക അല്ലെ. അപ്പൊ ചൂട് കൂടുതൽ പിടിച്ച ഏരിയ ഏതാണോ അതായിരിക്കും എന്തെന്ന് പറയുന്നത്? ലോ പ്രഷർ എന്ന് പറയുന്നത് അല്ലെ. ചൂട് കൂടുതലുള്ളതായിരിക്കും പ്രഷർ കുറവുണ്ടാവുക. ഇൻഡയറക്റ്റ് റിലേഷൻ ആണ് അവർ തമ്മിലുള്ളത്. സോ നമ്മുടെ കരയിൽ എന്താണ്? ഇവിടെ ചൂട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് ലോ പ്രഷർ ആണ്. കരയിൽ അനുഭവപ്പെടുന്നത് ലോ പ്രഷർ ആണ്. സ്വാഭാവികമായിട്ടും കടലിൽ അനുഭവപ്പെടുന്നത് എന്താണ്? കടലിൽ അനുഭവപ്പെടുന്നത് ഹൈ പ്രഷർ ആണ്. ഓക്കെ, ഹൈ പ്രഷർ ആണ്. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് കാറ്റ് വീശുന്നത്? കാറ്റ് എപ്പോഴും ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്കാണല്ലേ വീശുന്നത്. അപ്പൊ കാറ്റ് എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് എന്ത് ചെയ്യുന്നു? കാറ്റ് വീശുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തില് കാറ്റ് എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് ആ ഉത്ഭവസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാറ്റിന് പേര് കൊടുക്കുന്നത്. അപ്പൊ ഇത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്കാണ് വീശുന്നത്. കാരണം കടലിലാണ് ഹൈ പ്രഷർ ഉള്ളത്, കര ലോ പ്രഷർ ആണ്. സോ കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ കടൽ കാറ്റ് അല്ലെങ്കിൽ സീ ബ്രീസ് എന്ന് വിളിക്കുന്നു. അപ്പം ഡേ ടൈമിൽ എന്താണ് സംഭവിക്കുന്നത്? ഡേ ടൈമിൽ സീ ബ്രീസ് ആണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് നൈറ്റ് ടൈം എടുത്തു നോക്കാം. നൈറ്റ് ടൈം ആകുമ്പോഴേക്കും നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കരയിലൊക്കെ നല്ല സുഖത്തിൽ ഇരിക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താ? നൈറ്റ് ആകുമ്പോഴേക്കും കര വേഗം തണുത്തിട്ടുണ്ടാകും. കരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കടല് തണുക്കാൻ സമയമെടുക്കും. കടല് ചൂട് പിടിച്ചിട്ടായിരിക്കും ഇരിക്കുക, അത് തണുക്കാൻ ടൈം എടുക്കും. ഓക്കെ, അപ്പൊ നൈറ്റ് ടൈമിലേക്ക് വരുമ്പോൾ കരയില് തണുപ്പും കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കരയിൽ തണുപ്പും കടലിൽ ചൂടായിരിക്കും. ചൂടുള്ളത് എവിടെയാണോ അവിടെയായിരിക്കും ലോ പ്രഷർ അനുഭവപ്പെടുക. അപ്പൊ ഇവിടെ കടലില് ലോ പ്രഷറും കരയില് ഹൈ പ്രഷറും ആയിരിക്കും അനുഭവപ്പെടുക. കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് വീശും? കാറ്റ് കടലിൽ നിന്നും, അതായത് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് വീശും. അപ്പൊ ഇവിടെ ഹൈ പ്രഷർ ഉള്ളത് എവിടെയാ? ഇവിടെ ഹൈ പ്രഷർ ഉള്ളത് ലാൻഡിലാണ്. സോ ഇവിടെ നിന്നും ലാൻഡിൽ നിന്നും കാറ്റ് എങ്ങോട്ട് വീശുന്നു? കടലിലേക്ക് വീശുന്നു. അപ്പൊ എവിടെയാണോ കാറ്റ് വീശാൻ തുടങ്ങുന്നത് അതിനെ അപേക്ഷിച്ചാണ് കാറ്റിന് പേര് കൊടുക്കുന്നത്. അപ്പൊ ഇവിടുന്ന് കരയിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കാറ്റിനെ എന്തെന്ന് വിളിക്കും? ഈ കാറ്റിനെ കരക്കാറ്റ് അല്ലെങ്കിൽ ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? അപ്പല്ലോ നിങ്ങൾക്ക് സീ ബ്രീസ് എന്താ, ലാൻഡ് ബ്രീസ് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ നമുക്ക് ഒരു 2 ബ്രീസും കൂടി പഠിക്കാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ മൗണ്ടെയിൻ വാലി ബ്രീസുകൾ അല്ലെ. മൗണ്ടെയിൻ ബ്രീസും വാലി ബ്രീസും കൂടി നിങ്ങൾ പഠിക്കണം. അതെങ്ങനെയാ, അതെന്താണെന്നും കൂടി ഒന്ന് പറയാം. ഡേ ടൈമില് മൗണ്ടെയിനിലായിരിക്കോ ചൂട് കൂടുതൽ, വാലിയിലായിരിക്കോ ചൂട് കൂടുതൽ? ചൂട് കൂടുതൽ മൗണ്ടെയിൻസിലായിരിക്കും. ഓക്കെ, ഡേ ടൈമിൽ ഇവിടെ ആയിരിക്കും കൂടുതൽ ചൂട് പിടിക്കുക. സോ ഇവിടെ ആയിരിക്കും ലോ പ്രഷർ ഉണ്ടാവുക.
താഴെ എന്തായിരിക്കും? താഴെ വാലിയുടെ അവിടെ ഹൈ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഡേ ടൈമിൽ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് എന്ത് ചെയ്യുന്നു? കാറ്റ് വീശുന്നു. അതായത് വാലിയിൽ നിന്നും മൗണ്ടെയിനിലോട്ടേക്കായിരിക്കും എന്ത് ചെയ്യുക? കാറ്റ് വീശുക. അതുകൊണ്ട് നമ്മൾ ഈ ബ്രീസിനെ എന്ത് വിളിക്കും? വാലിയിൽ നിന്നും മൗണ്ടെയിനിലേക്ക് വീശുന്നത് കൊണ്ട് ഈ ബ്രീസിനെ നമ്മൾ വാലി ബ്രീസ് എന്ന് വിളിക്കുന്നു. ഇനി ഇതേ സിറ്റുവേഷൻ നൈറ്റ് ആകുമ്പോൾ വാലിയിലായിരിക്കും ചൂട് കൂടുതൽ, മൗണ്ടൈൻസിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? തണുപ്പായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഹൈ പ്രഷറും താഴെ വാലിയുടെ ഇവിടെ ലോ പ്രഷറും ആയിരിക്കും ക്രിയേറ്റ് ആവുക. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ മൗണ്ടൈൻസിൽ നിന്നും വാലീസിലോട്ടേക്കായിരിക്കും കാറ്റ് വീശുന്നത്. ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആയിരിക്കും കാറ്റ് വീശുന്നത്. സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മൗണ്ടെയിൻ ബ്രീസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതാണ് മൗണ്ടെയിൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്ത് തരം കാറ്റുകളാണ്? സ്കാലിക വാദങ്ങളാണ്. സീസണൽ വിൻസിനെ പറ്റിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സീസണൽ വിൻസിൽ എന്തും കൂടി വരും. സീസണൽ വിൻസിൽ നമ്മുടെ മൺസൂണും കൂടി സീസണൽ വിൻഡ് ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് വാദങ്ങളുണ്ട്, അതാണ് പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത്. പ്രാദേശിക വാദങ്ങളെ പറ്റി പിന്നെ എല്ലാവർക്കും അത്യാവശ്യം അറിയാലോ. പ്രാദേശിക വാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വർഷാവർഷം വീശുന്ന വാദങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചിലയൊരു ടൈം പീരീഡിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത്. അതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട കാറ്റായിട്ടുള്ള ഏതെന്ന് പറയുന്നത് ലൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേനൽക്കാലമൊക്കെ ആകുന്ന സമയത്ത്, വേനൽക്കാലമൊക്കെ തുടങ്ങുന്നതിന്റെ ഒക്കെ ഒരു മുന്നേ, ആ ഒരു കാലഘട്ടത്തിൽ മഴക്കാലം തുടങ്ങുന്നതിന്റെ മുന്നേ ഒക്കെ ആയിട്ട് ഏത് വീശും? മാംഗോ ഷവർ വീശാറുണ്ട് അല്ലെ? മാംഗോ ഷവർ വീശുന്നത് കേരളം കർണാടക തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ മാംഗോ ഷവർ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റ് വീശാറുണ്ട്. ചെറി ബ്ലോസം, കർണാടകയിൽ കാപ്പി പൂക്കുന്നതിന് കാരണമായിട്ടുള്ള കാറ്റാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ മേഖലയിലൊക്കെ കാൽബൈശാഖി എന്ന് പറഞ്ഞിട്ട് അല്ലെ, ആസം വെസ്റ്റ് ബംഗാൾ മേഖലയിലൊക്കെ കാൽബൈശാഖി എന്ന് പറഞ്ഞിട്ടുള്ള പ്രാദേശികവാദം വീശാറുണ്ട്. പിന്നെ ചിനൂക്ക്, ഫോന്, ഹർമാട്ടൻ തുടങ്ങിയവയൊക്കെ എന്താണ്? പ്രാദേശികവാദങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതാണ് നമുക്ക് വിൻഡുകളുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു വിൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം പഠിച്ച പെർമനന്റ് വിൻഡ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ കാണുന്നതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാംസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രാദേശികവാദങ്ങളുടെ ആ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടും മാച്ച് ദ ഫോളോവിങ് ആയിട്ടും അങ്ങനെ പല രീതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നതാണ്. അപ്പം ഈ ഒരു പോർഷനൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഈ ജോഗ്രഫി ആയതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ, ഒരു പിക്ചർ വഴി നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ടും ഇതെല്ലാം പഠിച്ച് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി കൃത്യമായി പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് SBCIDക്ക് വേണ്ടിയിട്ട് നമ്മൾ CC പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ മെന്റർഷിപ്പ് സപ്പോർട്ടും ലൈവ് ക്ലാസ്സുകളും കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ PDF നോട്ട്സും വീക്ക്ലി എക്സാംസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം SBCIDയുടെ എക്സാമൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞതാണ്. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും എക്സാം കാത്തിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ ഒരു ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്